നമസ്കാരം. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ പുതിയ ഉപരോധങ്ങളും നികുതികളും അടിച്ചേൽപ്പിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിരട്ടിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. തിരിച്ച് ട്രംപിനെ വിരട്ടാവുന്ന പരുവത്തിലല്ല ഇപ്പോൾ റഷ്യയും പുടിനും. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം കാരണം യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കടുത്ത സമ്മർദ്ദം നേരിടുന്നതായിട്ടാണ് ക്രെംലിനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. യുക്രൈനുമായുള്ള യുദ്ധം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കിയിരിക്കുകയാണ്. സമീപകാല മാസങ്ങളിൽ തൊഴിലില്ലായ്മ കാരണം യുവാക്കളാകെ അമർഷത്തിലാണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പലിശ നിരക്കുകൾ കൂട്ടുക കൂടി ചെയ്തതോടെ സമ്പദ് വ്യവസ്ഥയിൽ നല്ല പിരിമുറുക്കമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ പരിഹാസ്യമായ യുദ്ധം നിർത്തണമെന്ന ട്രംപിന്റെ വാക്കിന് പുടിൻ വില കൽപ്പിക്കുന്നത്. ട്രംപ് അധികാരത്തിലേറുന്നതിനും ഏതാനും ദിവസം മുമ്പ് ബൈഡൻ ഭരണകൂടം റഷ്യയുടെ വാതക വരുമാനത്തെ ബാധിക്കുന്ന ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഉപരോധമെന്ന് പറഞ്ഞ് പുടിനെ വിരട്ടാൻ ബൈഡൻ തന്നെ വഴിയൊരുക്കി കൊടുത്തുവെന്നും പറയാം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കായി റഷ്യക്ക് ഇതുവരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും യുദ്ധത്തിന് നയതന്ത്ര തലത്തിൽ പരിഹാരം കാണാനാണ് റഷ്യക്ക് താല്പര്യമെന്ന് വ്യക്തം. ട്രംപിന്റെ മുന്നറിയിപ്പിൽ പുതുതായി ഒന്നും ഇല്ലെന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത്. തുല്യനിലയിലുള്ള പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണ്. അതിനായിട്ടുള്ള സൂചനകൾ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കരാർ ഒപ്പിടുക, അതല്ലെങ്കിൽ റഷ്യക്കെതിരെ കനത്ത നികുതികളും ചുങ്കവും പുതിയ ഉപരോധങ്ങളും അടിച്ചേൽപ്പിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. റഷ്യയെ ദ്രോഹിക്കുകയല്ല തന്റെ ഉദ്ദേശമെന്നും പ്രസിഡന്റ് പുടിനുമായി എല്ലായ്പ്പോഴും നല്ല ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ മറ്റു വഴികളൊന്നുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഉയർന്ന താരിഫുകൾക്കും നികുതികൾക്കും പുറമെ അമേരിക്കയ്ക്ക് റഷ്യ വിൽക്കുന്ന എന്തിനും മറ്റു പങ്കാളിത്ത രാഷ്ട്രങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തും. സമ്പദ് വ്യവസ്ഥ തകരാറിലായ റഷ്യയ്ക്കും പ്രസിഡന്റ് പുടിനും താൻ ചെയ്യുന്ന ഉപകാരമാണിതെന്നും ഈ പരിഹാസ്യമായ യുദ്ധം നിർത്തൂ, അത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയുള്ളൂ എന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ പറഞ്ഞു. പുടിൻ ചർച്ചയ്ക്ക് വഴിപ്പെട്ടില്ലെങ്കിൽ അധിക ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നത്. അതിനേക്കാൾ കടുത്ത നിലപാടാണ് ബുധനാഴ്ച സ്വീകരിച്ചത്. റഷ്യയുടെ അധിനിവേശം തടയാൻ യുക്രൈൻ ആയുധങ്ങൾ നൽകുന്ന ജോ ബൈഡന്റെ നയം താൻ തുടരുമോ എന്ന് വ്യക്തമാക്കാൻ ട്രംപ് തയ്യാറായില്ല. അക്കാര്യം പരിശോധിച്ചു വരുന്നു എന്നായിരുന്നു മറുപടി. ഞങ്ങൾ സെലൻസ്കിയുമായും പുടിനുമായി ഉടൻ സംസാരിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ യുക്രൈൻ യുദ്ധം താൻ ആദ്യ 24 മണിക്കൂറിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ കരാർ ഒപ്പിടാത്ത പുടിൻ റഷ്യയെ നശിപ്പിക്കുകയാണെന്ന് വരെ അദ്ദേഹം വിമർശിച്ചു. സമാധാന കരാർ വേണമെന്ന് സെലൻസ്കി തന്നോട് പറഞ്ഞതായും US പ്രസിഡന്റ് വ്യക്തമാക്കി. താൻ അക്കാലത്ത് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ യുദ്ധം തുടങ്ങില്ലായിരുന്നുവെന്നും കൂടി ട്രംപ് തന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതേസമയം യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാനെത്തിയ ഉത്തര കൊറിയൻ പട്ടാളക്കാരിൽ 1000-ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് സൂചന. റഷ്യയിലേക്ക് 11,000 സൈനികരെയാണ് ഉത്തര കൊറിയ അയച്ചത്. ഇവരിൽ 4,000-ഓളം പേരിൽ ചിലർ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ കാണാതാകുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ഈ മാസം പകുതിയോടെ തന്നെ ഇവരിൽ 1000-ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പേര് വെളിപ്പെടുത്താത്ത ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ സ്റ്റോം കോർപ്സ് എന്നറിയപ്പെടുന്ന സൈനിക വിഭാഗത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മതിയായ പരിശീലനമോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് ഇവരെ യുദ്ധമുഖത്തേക്ക് തള്ളിവിട്ടതെന്നാണ് പറയപ്പെടുന്നത്.